ഈ വിഷയങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തണം. ആളുകൾ ഇങ്ങനെ ചുമ്മാ കുറെ കാണുമ്പോഴത്തേക്കും ഏതെങ്കിലുമൊക്കെ കേൾക്കും. ഏതെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ഞാനൊരു ആളുകളെ അറിയിക്കുക എന്ന് പറയുന്നതിന് ഇപ്പം നമുക്കൊരു തോട്ടുണ്ട്, ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെയാണെന്നുള്ളത് അറിയിക്കണം. ആ അറിയിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പത്രത്തിനകത്ത് എഴുതി. ആദ്യം പത്രത്തിനകത്ത് എഴുതുമ്പോൾ അവർ ഇടത്തേ ഇല്ല. കാരണം നമ്മളൊരു 30 വയസ്സോ 35 വയസ്സോ കണ്ട് 30 വയസ്സേ ഉള്ളൂ ഞാൻ ആദ്യമൊക്കെ എഴുതുമ്പോൾ. തീരെ നമുക്കൊരു പരിഗണനയും തരത്തില്ല. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചെഴുതി എന്നുള്ള പോലും അവർ വായിക്കുന്നില്ല. ആരെഴുതിയെന്ന് നോക്കിയിട്ടാണ് അവർ കത്ത് തന്നെ ഇടുന്നത്. അത് കഴിഞ്ഞ് കത്തിടുമ്പം പകുതിയൊക്കെ ഇടുകയുള്ളൂ. അപ്പം നമ്മൾ പറയേണ്ട യഥാർത്ഥത്തിൽ പറയണമെന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യമില്ലാത്തൊരു കത്തും വരുന്നുണ്ട്. ഇങ്ങനെ പോയി ലേഖനങ്ങൾ എഴുതുന്നിടത്തെത്തി. ലേഖനങ്ങൾ എഴുതുന്ന സമയത്ത് അത് മുഴുവൻ എഡിറ്റ് ചെയ്യും. കാരണം അവർക്കൊരു 3 പേജിനകത്ത് നിർത്തണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് കോളം ഇത്ര കോളമേ ഉള്ളെന്നൊക്കെ കാണും. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ചില പാരഗ്രാഫൊക്കെ, അപ്പം നമ്മളെ ഏറ്റവും ആവശ്യമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പാരഗ്രാഫൊക്കെ അങ്ങ് പോകും. ഇങ്ങനെ പോയിട്ട് ഞാൻ അവസാനം ഈ പത്രത്തിനകത്ത് മാസത്തിൽ എഴുതരുന്നാന്ന് വരെ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് 5 കോപ്പി വെച്ച് ഈ എന്താണ് കാർബൺ കോപ്പി ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഒരു 50 പേർക്കെങ്കിലും അയച്ചു കൊടുക്കും. അങ്ങനെ കുറെ നാൾ പോയി. ഈ 50 പേരെന്ന് പറയുന്നത് രാഷ്ട്രീയവും സാമൂഹികവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് നമ്മൾ തോന്നുന്നവർക്ക്. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സെറക്സ് മെഷീൻ കണ്ടുപിടിച്ചു. ആ സമയത്ത് ഞാൻ പോയിട്ട് 500 കോപ്പി എടുക്കും. ഈ പത്ര ഓഫീസിൽ പോയിട്ട് നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായിട്ടും പ്രസംഗിക്കുന്നവരും പിന്നെ ഈ ഓരോ സംഘടനയുടെ സെക്രട്ടറിയും പ്രസിഡന്റിനുമായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഒരു 500 പേരുടെ അഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് ഈ 500 കോപ്പി ഇട്ട് കത്ത് അയക്കുന്ന പോലെ അയക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്തിരുന്ന സമയത്തൊക്കെ ഞാൻ ആലോചിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേരളം മാറ്റിക്കളഞ്ഞാനെന്ന് എനിക്കിപ്പോ തോന്നിപ്പോകുന്ന കാര്യത്തിലാണ് അതൊക്കെ നിൽക്കുന്നത്. ആലോചിക്കാൻ പറ്റത്തില്ല എന്തുമാത്രം ഇന്ററാക്ഷനാണ്, എത്ര മനുഷ്യരോട് സംസാരിക്കാൻ പറ്റും അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇത്രയും സാധ്യതയുള്ളൊരു കാലത്ത് നമ്മൾ ചെയ്യാതിരിക്കുന്നതായി. ഞാനീ ഓടി നടന്ന് ഞാനിപ്പോൾ ആളുകളോട് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനൊരു കുറച്ച് നാൾ 14 വർഷം ഞാൻ സംസാരിച്ചിട്ടില്ല. ആ 14 വർഷം സംസാരിക്കാതിരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് തിയറിറ്റിക്കലായ ക്രൈസിസ് ഉണ്ടായതായിരുന്നു. ഞാൻ ജീവിച്ചു വന്നിരുന്ന ചെയ്തിരുന്ന പോലെ എല്ലാ കാര്യങ്ങൾ കാണേണ്ടതെന്ന് മനസ്സിലായി പോയിട്ടാണ് ഞാൻ നിർത്തിയത്. രണ്ടാമത് എന്നെ റിഫ്ലക്റ്റ് ചെയ്ത് എന്നെ ഒന്ന് തിരിച്ചെടുക്കാനായിട്ട് ഒരു 14 വർഷം എടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഞാൻ രണ്ടാമത് സംസാരിക്കുന്നത്. അപ്പോൾ അന്നത്തേനേക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ എനിക്ക് വിഷയങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ മൂച്ചു പോയി, വേണ്ട യൗവനമില്ല. ഇപ്പോൾ യൗവനമുള്ളവർ ഇനിയും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ യൗവനമുള്ളവരുടെ പുറകെ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. സെക്കൻഡ് ഫീഡിൽ, തേർഡ് ഫീഡിൽ, ഫോർത്ത് ഫീഡിൽ, എന്ത് ഫീഡിലും ആയാലും വേണ്ടില്ല, ഞാനും കൂടെ പറയുന്നതൊന്ന് കേൾക്കണം എന്ന് പറയത്തേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത്. മറ്റേതങ്ങനല്ല, ആരും പറയണ്ട, രാവിലെ എണീറ്റ് എന്ത് ചെയ്യണമെന്ന് നമ്മളങ്ങ് ചെയ്തു തുടങ്ങുമായിരുന്നു. അത്രയും മൂച്ചുണ്ടായിരുന്നു. ആ മൂച്ച് പോയി. ആ മൂച്ച് പോയതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെയാണ് യൗവനം കടക്കുമ്പോഴാണ്. അറിവും ആ ലെവലിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ബോധ്യങ്ങളുണ്ടായിരുന്ന, എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൻ്റെ യുക്തികൾ വെച്ചിട്ട് ജീവിച്ചു നോക്കിയ ഒരു ലോകമുണ്ട്, മാർക്സിസത്തിൻ്റെ യുക്തി വെച്ചിട്ട് ലോകത്ത് ജീവിച്ചു നോക്കിയിട്ടുണ്ട്, ഫെമിനിസത്തിൻ്റെ യുക്തി വെച്ച് ലോകത്ത് ജീവിച്ചു നോക്കിയിട്ടുണ്ട്, പോസ്റ്റ് മോഡേണിസം വെച്ചിട്ട് ജീവിച്ചു നോക്കിയ സമയങ്ങളുണ്ട്. ഇതൊന്നും കൊണ്ട് നടക്കുന്നില്ല എന്ന് ബോധ്യമാകുന്ന സമയത്താണ് നിർത്തിപ്പിറക്കിയത്. അത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ ശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ മൂച്ച പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേ സമയത്ത് ഇപ്പം ഇൻ്റർനെറ്റും എല്ലാം ഉണ്ടാക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ വേദാന്തമല്ല, മാർക്സിസമല്ല, ഫെമിനിസമല്ല, പോസ്റ്റ് മോഡേണിസം ഒന്നും അല്ല ഈ ഇൻ്റർനെറ്റൊക്കെ ഒന്ന് ഉണ്ടാക്കി തന്നത്. അപ്പോൾ ആ സാധനമൊക്കെ ഈ ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ആശയപ്രചരണത്തിന് പോലും അതിനെ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിനെ മനസ്സിലാക്കുക, ബയോളജി മനസ്സിലാക്കുക, കെമിസ്ട്രി മനസ്സിലാക്കുക, ലോകത്തിനെ പറ്റിയുള്ള അറിവുണ്ടാകുന്ന സമയത്ത് അതിനകത്താണ്, അതിൻ്റെ ഫ്രെയിമിനകത്താണ് നമ്മുടെ രാഷ്ട്രീയം മുഴുവൻ നിൽക്കേണ്ടത്. മറ്റേതങ്ങനല്ല, രാഷ്ട്രീയമാണ് നമ്മുടെ, ബാക്കിയൊക്കെ അതിൻ്റെ സൈഡ് വിറ്റായിട്ടായിരുന്നു കാണുന്നത്. അപ്പോൾ എത്ര പറഞ്ഞാലും എത്ര ചെയ്താലും ഈ ആളുകൾ മാറത്തില്ലല്ലോ. ഈ ആളുകൾ നന്നാക്കാനായിട്ടാണല്ലോ നമ്മളെല്ലാവരും പണ്ട് തൊട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ നന്നാകത്തില്ല. ഇതൊരു ജീവിയാണ്. ഈ ജീവി അല്ലാതാകത്തില്ല. അതിനൊരു റേഞ്ച് ഉണ്ട്. അതിനകത്തുള്ള കാര്യങ്ങളെ അത് ചെയ്യുള്ളൂ. അത്രയും മനസ്സിലാക്കിയ സാധ്യമായ ശരികൾ ചെയ്യുക. ഇതാണ് ഞാൻ ഈ പുതുതായിട്ട് പറയുന്നത്. ഈ
ജീവിയാണ്, ആ ജീവിക്ക് സാധ്യതകളുണ്ട്. അതിന് ഈ പറയുന്ന പോലെ രാഷ്ട്രീയവുമായിട്ടും സാംസ്കാരികവുമായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് നമ്മൾ പറയുമ്പോൾ അത് നമ്മളും കൂടെ നിർമ്മിച്ച സറൗണ്ടിങ്സ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രകൃതി പോലല്ല, മനുഷ്യൻ ഇടപെട്ട് ട്രാൻസ്ഫോം ചെയ്ത പ്രകൃതിയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നതെന്ന്. അതിനകത്ത് നിൽക്കുന്ന ജീവിയാണെന്ന് അറിയുന്ന കാരണം കൊണ്ട് ഇതിന്റെ പങ്കെത്ര. അപ്പോഴും നമ്മളിത് ജീവി അല്ലാതായി പോകുന്നുള്ള ഇടയ്ക്ക് വെച്ചിട്ട് തോന്നിപ്പോകരുത്. നമ്മൾ ജീവി മറ്റൊരു ജീവികളെ പോലെ അല്ലെന്നും, നമ്മൾ ജീവി അല്ല, നമുക്ക് അതുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് അങ്ങ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണയാണ്. ഒരു റേഞ്ച് ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുവാവ തൊട്ട് സെയിന്റ് ബെർണാഡോ അല്ലെന്നുണ്ടെങ്കിൽ അൽസേഷ്യൻ വരെയുള്ള പട്ടിയെല്ലാം പട്ടി തന്നെയാണ്. അത്ര വേരിയേഷൻ ഉണ്ട്. കണ്ടിട്ട് ഇത് ആ പോമറേനിയൻ പട്ടിയെ പോലെ അല്ല സെയിന്റ് ബെർണാഡ് ഇരിക്കുന്നതെന്നൊക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് മാറ്റിക്കളഞ്ഞു എന്നൊന്നും ആലോചിച്ചാലും പട്ടി തന്നെയാണെന്ന് അറിയാം. അല്ലാതെ അത് കടുവയായിട്ട് ഉടനെ പെരുമാറിക്കളയുന്നൊന്നും വിചാരിക്കരുത്. ഇതുപോലെ മനുഷ്യനെ പറ്റി നമ്മൾ ഇതുപോലെ മനസ്സിലാക്കണമെങ്കിൽ വ്യത്യസ്തമായ തലങ്ങളിൽ മനുഷ്യനായിട്ട് തന്നെ പെരുമാറും. ആ മനുഷ്യന് പെരുമാറാൻ പറ്റുന്നതിനകത്തുള്ള സാധ്യതകളാണ് നമ്മൾ ഈ പറയുന്ന ചുറ്റുപാടിനെ നിർമ്മിച്ചിടപെടുന്നത്. അവിടെയാണ് ഈ മാർക്സിസം ഒക്കെ പറയാൻ ശ്രമിക്കുന്നത്. അകത്ത് വിത്തിനെ പറ്റിയുള്ള ചർച്ചയ്ക്കകത്താണ് ഈ പണ്ട് സ്പിരിച്വലിസ്റ്റുകൾ മുഴുവൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടുപേരും കൂടെ പറയുമ്പോഴും ലോകത്ത് സാധ്യമായ ഒരു സ്ഥലമുണ്ട്. അത് പ്രപഞ്ചത്തിനെ പറ്റിയുള്ള മറ്റു തരത്തിലുള്ള അറിവും കൂടെ ഉണ്ടെങ്കിലേ അത് വരൂ. അപ്പൊ അതും കൂടെ ചേർത്ത് കണക്കാണെങ്കിൽ നമുക്ക് താരതമ്യേന മെച്ചപ്പെട്ട ജീവിതം നയിക്കാനും വ്യക്തിഗതമായിട്ടുള്ള സന്തോഷത്തിനും സാമൂഹികമായ മാറ്റത്തിനും ഒക്കെ നമുക്ക് വെറുതെ നമ്മൾ നോക്കിയാൽ മതി. പരസ്പരം അറിഞ്ഞുകൂടാത്ത മനുഷ്യര്, വല്ല ജാറവാസ് എന്ന് പറഞ്ഞാൽ ആൻഡമാനിൽ കിടക്കുന്ന കുറച്ച് ആദിവാസികളായിട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ആമസോണിലുള്ള കുറച്ച് 1-2 ട്രൈബുണ്ട്, മറ്റുള്ളവരെ അറിഞ്ഞുകൂടാതിരിക്കുന്നവർ, പരസ്പരം അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ട്. ഈ മറ്റേതങ്ങനല്ല. ഒരു വള്ളത്തെ കയറി നമ്മളൊരു ഒരു ഐലൻഡിലോട്ട് എത്തുമ്പോൾ അവിടെ ആരാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ വരുന്നവർക്കും അറിഞ്ഞൂടാ. അവിടെ ഇരിക്കുന്നവർ വിചാരിക്കുന്നത് ഇത് ഇവന്മാരെന്തോയാണ് ഈ വരുന്നതെന്ന്. അപ്പോൾ വരുമ്പോഴേ തന്നെ അമ്പ ചെയ്യാൻ തുടങ്ങും. ഇവിടുന്ന് കാണുമ്പോഴേ വെടി വെച്ച് തുടങ്ങും. ഇങ്ങനെ നിന്നിരുന്ന ലോകത്തുനിന്ന് പോയിട്ട് പരസ്പരം അറിഞ്ഞുകൂടാതിരിക്കുന്ന, ഇന്ന് ഇന്റർനെറ്റ് കൊണ്ട് കണക്ട് ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളോ മനുഷ്യരോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവിടെ എവിടെയും ചില പോക്കറ്റിൽ കുറച്ച് മനുഷ്യരല്ല, അത് വേറെ ആരുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുവാ? ആയുധം. ചൈനക്കാർക്കും ഇന്ത്യക്കാർക്കും പരസ്പരം പരിചയമില്ല എന്നുള്ള നിലവാരത്തിലല്ലയോ പെരുമാറുന്നത്. ചൈനയിൽ ഉണ്ടാക്കുന്ന മുഴുവൻ ഫോണും വിൽക്കേണ്ട സ്ഥലമാണ് ഇന്ത്യ. അവരുടെ ഫോണുകൾ പുതിയത് ഉണ്ടാകുന്നത് കണ്ടിട്ട് അത് മേടിക്കണമെന്ന് കൊതിച്ചോണ്ടിരിക്കുന്നവരാണ് ഇന്ത്യക്കാർ. ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ ആ സിയാച്ചിന് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുസി പിടിക്കുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കും. ഇവന്മാർ തമ്മിൽ ഒരു പരിചയവും ഇല്ലയോ എന്ന് തോന്നിപ്പോത്തില്ലേ? അത് അങ്ങനെ ആലോചിക്കണം. ഇപ്പൊ നമ്മൾ എന്താണ് ചൈനീസ് സീയില് അമേരിക്ക കപ്പലുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ചൈനക്കാരൻ അവിടെ മുഴുവൻ കപ്പലും അതിന്റെ കീഴ്വശത്തും എന്താണ് ഈ അവിടുത്തെ ഐലൻഡിന്റെ ഒക്കെ കീഴിലൊക്കെ അള്ളയൊക്കെ ഉണ്ടാക്കി അതിനകത്തൊക്കെ മിസൈലും പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന മനുഷ്യരോട് നമ്മൾ എന്തെന്നാ പറയുന്നത്? അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ. അവര് മനുഷ്യർ, നമ്മളെ പോലുള്ള മനുഷ്യരാണെന്ന് ഇനി ഞാൻ പറയേണ്ട കാര്യമുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് അൽസേഷ്യൻ പട്ടിയായിട്ട് പോമറേനിയൻ പട്ടിയായിട്ടും പട്ടിയായി തുടരും എന്ന് പറയുന്ന കാര്യവും നമ്മൾ ഇതുപോലെ അറിയണം. പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട. നമ്മൾ വ്യാപാരം കൊണ്ട്, വ്യവസായം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, എന്താണ് വിനോദയാത്ര കൊണ്ട് പരസ്പരം അറിഞ്ഞുകൂടാത്ത ഒരാളും ആ ആളുകളാണ് ഈ ഇന്നും പഴയതുപോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്ര വേഗം നന്നാകത്തില്ല എന്ന് നമ്മളും അറിയണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കൊതിയോടെ ലോകത്തൊക്കെ നോക്കി ആളുകൾ അങ്ങ് നന്നായി കളയും എന്നുള്ള തെറ്റിദ്ധാരണയിൽ അങ്ങ് മൂച്ചോടെ പോയ എന്നെ പോലെ ഇങ്ങനെ അവസാനം എങ്ങനെ ഇരിക്കും, അന്തി കളഞ്ഞ അണ്ണാനെ പോലെ ഒരു ഇരിപ്പുണ്ട്. അതുപോലെ ആയി പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം ഇത്ര വർഷം കഴിയുമ്പോൾ ആവുമായിരിക്കും. അതിനകത്ത് ഇങ്ങനെയും കാണണം. ഇപ്പൊ നമ്മളിപ്പോ ഇത്ര വർഷം, ഇപ്പൊ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഒരു 70 വർഷത്തോളം ആകാൻ പോകുന്നുണ്ട്. അത്രയും നാളിനകത്ത് നല്ല സമാധാനമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ യുദ്ധങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. വലിയ യുദ്ധങ്ങൾ ചെയ്യാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഇത് കുറയുക എന്നുള്ളതല്ലേ സംഭവിക്കേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ ഈ മുഴുവൻ മട്ട് കണ്ടാൽ ഒരു മൂച്ചടിയും കൂടെ കഴിയാതെ ഒരു കാര്യം ചെയ്യത്തില്ലെന്നാവും. അപ്പൊ ആ അടി തുടങ്ങി കഴിഞ്ഞാൽ എൻവയോൺമെന്റിനെ പറ്റിയുള്ള ചർച്ചയൊന്നുമില്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനില്ല, എൻവയോൺമെന്റൽ സയൻസസിനെ പറ്റിയുള്ള ഗ്രറ്റ തൻബർഗിന്റെ പ്രസംഗം കേട്ട് കോരിത്തരിക്കാനൊന്നും നമുക്ക് ഒരു സമയവും കിട്ടത്തില്ല.
ആളുകള് അത് കഴിഞ്ഞാൽ പിന്നെ വേലിയെ പറ്റിയുള്ള ഭയങ്കര ചർച്ചയാണ്. എന്ത് വേലിയാണ്? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നാണ് കേട്ടാ തോന്നുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോ നമ്മൾ അതൊന്നും എടുക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് മനുഷ്യരിങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ, മനുഷ്യരിങ്ങനെയാണെന്നറിയാമെങ്കിൽ സാധിക്കുന്ന കാര്യങ്ങൾ. ഈ ഇന്റർനെറ്റ് ഉണ്ട്. ഇപ്പൊ ഈ കോവിഡ് വന്നു, കോവിഡ് വന്ന് പൊതുശത്രുവാണ്. ഇതല്ല, ആ പൊതുശത്രുവൊക്കെ ആയിട്ടിരിക്കുന്ന ഇതുള്ളപ്പോ പോലും നമുക്ക് ഒരു മടിയില്ലാതെ ചൈനക്കാരും ഇന്ത്യക്കാരും കൂടെ വെടിവെച്ച് കൂടാന്ന് പരസ്പരം അറിയുന്നവരാണെന്നും കൂടെ ഓർക്കണം. രണ്ടുപേരുടെയും കയ്യിൽ തോക്കില്ല, എന്നിട്ട് ഗുസ്തി പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊന്നതാണ് ആ ചത്തിരിക്കുന്ന മുഴുവനും. ഈ മനുഷ്യരോട് നമ്മൾ എന്തോ പറയുന്നത്? രാജ്യസ്നേഹമെന്നാ പറയുന്നത്. ഇനി ഇവിടുത്തെ ഈ ദരിദ്രവാസിയെ മുഴുവൻ ഈ ചൈനക്കാരിൽ നിന്ന് രക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഈ ഇവിടെ തന്നെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. ഇവിടെ കോവിഡ് പിടിച്ച സമയത്ത് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നടന്ന കുറെ മനുഷ്യരുണ്ട്. അവരെ എന്തിനാണ് ഈ ചൈനക്കാരിൽ നിന്ന് രക്ഷിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും മീനിങ് ഉണ്ടാവുമോ? ഇവനെ ചൈനയിൽ നിന്ന് മാറ്റി ചൈനക്കാരിൽ നിന്ന് രക്ഷിക്കുന്നത് ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ ഇതൊക്കെ ഇതുപോലെ നമ്മൾ അറിയേണ്ടതാണ്. അപ്പൊ ഈ നമ്മൾക്ക് ലോകത്തിനെ പറ്റിയുള്ള അറിവ് ഉണ്ടാകുമ്പോൾ ഈ മനുഷ്യന്റെ സാധ്യതകളെ പറ്റിയുള്ള ഒരു അറിവ് നമുക്ക് വേണം. ഇല്ലാതെ കൊതികൾ വേണ്ട. അങ്ങനത്തെ കൊതികളുമായിട്ടിരുന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ആത്മഹത്യക്ക് മാത്രമേ അവസാനം നമുക്ക് ശ്രമിക്കാനൊക്കെ. നിരാശത ബാധിച്ച് എൻ്റെ ആൾക്കാർ ഞാൻ ഇങ്ങനെ വിട്ടുപോകുമ്പോൾ ഞാൻ അങ്ങനത്തെ വിട്ടുപോയി. എനിക്ക് തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഈ ലോകം ഈ പറഞ്ഞ പോലെ മനുഷ്യരെ പറ്റി ഇങ്ങനത്തെ ഒരു അറിവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, ഇതുമാരിത് കുളവാക്കും, ഈ ഭൂമി ഇല്ലാതാക്കും എന്ന് തോന്നിപ്പോയൊരു ദിവസമുണ്ട് എനിക്ക്. മനുഷ്യ കേന്ദ്രീകൃതമായിട്ടായിരുന്നു എല്ലാ കാര്യവും നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്തിരുന്നു. അവസാനം ഭൂമി കാണത്തില്ലെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് 500 മരം നടാനായിട്ട് ഞാൻ ഈ പോകുന്നത്. എൻ്റെ വക കാർബൺ ഫുട് പ്രിന്റ് മാറ്റാമെന്ന്. അതൊക്കെ വെറുതെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത് സാധനം എന്നുള്ള വല്ല മീനിങ് ഉണ്ട്. ലോകത്ത് 500 മരം വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? വ്യക്തി എന്നുള്ള നിലവാരത്തിൽ എനിക്കൊരു എന്താ പറയണെന്ന് പറഞ്ഞാൽ ഈ മലയാറ്റൂരോ അല്ലെന്നുണ്ടെങ്കിൽ ഭീമാപള്ളിയിലൊക്കെ പോയിട്ട് നേർച്ച എന്നൊക്കെ പറയുന്ന പോലെ ചെയ്യുന്ന പണി എന്നുള്ള അല്ല വേറെ വല്ല അവനവന്റെ സമാധാനം എന്നുള്ള വേറെ ഒരു കാര്യമില്ലല്ലോ. കുമ്പസഹിക്കാൻ പോയ പോലാണ്. അതൊക്കെ പറഞ്ഞു തീർത്തു. അപ്പൊ ഞാനിങ്ങനെ ശരിയായി. ഞാൻ ഈ കുമ്പസാരത്തിന്റെ കാര്യം ഞാനത് ജീവിതം കൊണ്ട് ചെയ്യുന്ന ഒരുത്തനാ. ആളുകളോട് പറയുന്നുണ്ട്, നമ്മൾ ഈ മരം നട്ട് 500 മരം 5 വർഷം വളർത്തി വലുതാക്കി നാട്ടുകാരെ ഏൽപ്പിച്ച്. എനിക്ക് അറിയാം, ഞാനിപ്പോ ഈ ഇടയ്ക്ക് ആരണ്ട് അവിടുന്ന് പടം എടുത്ത് അയച്ചിട്ടുണ്ട്. കുറെ മരം നിൽപ്പുണ്ട്. ഒരു പ്ലോട്ടിൽ 350, വേറെ പ്ലോട്ടിൽ 150 കാണും. ആ 350-നകത്തൊരു 50 മരമെങ്കിലും വളർന്ന് നിൽക്കുന്നുണ്ട്. ബാക്കി 300 കാണത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പക്ഷെ ആദ്യമേ ഒരു 25 വരെ കാണത്തുള്ളെന്ന് വിചാരിച്ചിരുന്നു. കാരണം മനുഷ്യർക്ക് പ്രയോജനം ഇല്ലാത്തൊരു 25 മരം വെച്ചിട്ടുണ്ട്. അത് അവിടെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കുംഭസാരത്തിന്റെയും ഇത്തരത്തിലുള്ള നമ്മൾക്ക് എന്താണ് പ്രായച്ചിത്തത്തിന്റെയും ഒക്കെ യുക്തികളൊക്കെ നമുക്ക് വ്യക്തി ജീവിതത്തിനകത്ത് സമാധാനവും സന്തോഷമൊക്കെ തരുന്നുണ്ടാവും. അതിനപ്പുറത്തോട്ട് വേറെ മീനിങ് ഒന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.